എസ്.എൻ. ട്രസ്റ്റ് കോളേജുകളിലെ നിയമനത്തിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്തായിരുന്നു എസ്.എൻ. ട്രസ്റ്റിന് കീഴിലെ കോളേജുകളിൽ 86 അധ്യാപക തസ്തികകൾ അനുവദിച്ചത്. ഇതിനെതിരെ SNDP സംരക്ഷണ സമിതി നൽകിയ പരാതിയിലാണ് അന്വേഷണം തുടങ്ങിയത്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ഉത്തരവുകളിലാണ് കണ്ണൂർ, കാലിക്കറ്റ്, കേരള സർവകലാശാലകൾക്ക് കീഴിലെ എസ്.എൻ. കോളേജുകളിൽ 86 അധ്യാപക തസ്തികകൾ അനുവദിച്ചത്. പുതിയ സർക്കാർ ചുമതലകൾക്ക് മുൻപുള്ള നിയമനം SNDPയെയും വെള്ളാപ്പള്ളി നടേശനെയും പ്രീണിപ്പിക്കാനാണെന്ന ആരോപണം ശക്തമായിരുന്നു. SNDP സംരക്ഷണ സമിതി ചീഫ് സെക്രട്ടറിക്കും കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർക്കും പരാതി നൽകി. ഈ പരാതിയിലാണ് വിജിലൻസ് അന്വേഷണം. ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ആയാലും MES ആയാലും NSS ആയാലും അവർ വാങ്ങുമ്പോൾ സംഭാവന രസീത് കൊടുക്കാറുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ ₹1 പോലും രസീത് എഴുതാറില്ല. ഞങ്ങൾ അന്വേഷിക്കുന്നത് അതായത് SNDPയുടെ എസ്.എൻ. ട്രസ്റ്റിൻ്റെ കണക്കിൽ ഇന്ന് വരെ ₹1 വരുമാനം വന്നിട്ടില്ല. വരുമാനത്തിൽ കാണിച്ചിട്ടില്ല, അംഗത്വം കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ ഈ പൈസ എന്താ വന്നു. അപ്പോൾ പക്ഷേ ഒന്നെങ്കിൽ വെള്ളാപ്പള്ളി നടേശന് ഒരു പൈസ പോലും വാങ്ങാതെ കേരളത്തിലെ 86 ഉന്നത വിദ്യാഭ്യാസങ്ങൾക്ക് നിയമനം കൊടുത്ത് വലിയൊരു നേട്ടമാണിത്. അദ്ദേഹം അവകാശപ്പെടട്ടെ. അല്ല എങ്കിൽ ഈ പൈസ എസ്.എൻ. ട്രസ്റ്റ് വരണം. അന്വേഷണം ആരംഭിച്ച വിജിലൻസ് പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി. നിയമനം നടത്തിയവരിൽ നിന്നും വിജിലൻസ് മൊഴിയെടുക്കും. വിജിലൻസ് അന്വേഷണത്തിൽ അഴിമതി കണ്ടെത്തിയാൽ ഇടതുപക്ഷം മറുപടി പറയേണ്ടി വരും. മീഡിയ 1 കൊച്ചി.